ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദിവാലി. അപ്പോൾ ഇന്ന് അമ്മമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. അപ്പോൾ അമ്മമ്മ പെയിൻ്റ് അടിച്ചതൊക്കെ നോക്കാനായിട്ട് ഇറങ്ങിയത്. അമ്മയും കൂടെ നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുക അമ്മയ്ക്ക്. അമ്മ അങ്ങനെ ഓരോന്ന് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ നമ്മളിങ്ങനെ മാറ്റി നേരെ നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓട്ടോയ്ക്കാണ് പോയത്. അതിന് അമ്മ അവിടുന്ന് താലിയൊക്കെ വാങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോറിക്ഷയ്ക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ വാങ്ങി നേരെ അമ്പലത്തിലേക്ക്. ഞങ്ങൾ ഉച്ച വരെ പച്ചക്കറി മാത്രമേ കൂട്ടിയിട്ടുള്ളൂ, അമ്പലത്തിൽ പോകാനുള്ളതുകൊണ്ട്. അപ്പം ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് രാത്രി കൂട്ടാമെന്നുള്ളതിലായിരുന്നു ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഷോപ്പിലേക്കായിരുന്നു. നല്ല മഴക്കാറുണ്ടായിരുന്നു, ഞങ്ങൾ മഴയത്ത് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഓരോരോ ഫുഡ് സ്റ്റോളൊക്കെ കാണുമ്പോൾ ഞങ്ങളിങ്ങനെ പറയാം, നമ്മൾ രാത്രി വരുമ്പോൾ കയറാമെന്നുള്ള ഇങ്ങനെ എന്നിട്ട് ഓരോരോ സ്ഥലമൊക്കെ ഇങ്ങനെ നോക്കി വെക്കുകയായിരുന്നു. നമുക്ക് ഇങ്ങനെ ആദ്യം നോക്കി വെക്കാമല്ലോ. അപ്പം നമ്മളിങ്ങനെ കുറച്ച് അങ്ങോട്ട് നടന്നപ്പോഴേക്കും മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിന്ദൂരൊക്കെ വിൽക്കുന്നവരൊക്കെ ഫുൾ കവറിട്ടൊക്കെ മൂടുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു ഐസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പിലിട്ടതും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ റൈഡിലൊക്കെ കയറാൻ നിൽക്കുകയാണെങ്കിൽ ശരിയാവില്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ കയറിയിട്ട് എൻ്റെ കിളി പോയിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം എവിടെയും കയറിയില്ല. പിന്നെ നമ്മൾ കുറേ ചെടികളൊക്കെ നോക്കി. ചെടികൾക്കൊക്കെ എന്താ വില, 400-300 ഓരോ ചെടിക്ക് പറയുന്നത്. അപ്പം ഞങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ചെടികളൊന്നും. പിന്നെ ഈ ഷോപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഏതെടുത്താലും 20 രൂപ എന്നുള്ളതായിരുന്നു. അപ്പോഴേക്കും മഴയും കാര്യങ്ങളൊക്കെ പെയ്തപ്പോൾ ഞങ്ങളോട് സൈഡിലേക്ക് കയറി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഒരു ഉപ്പിലിട്ട ഷോപ്പിൻ്റെ മുന്നിലായിരുന്നു കയറി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ 4 കൈതച്ചയ്ക്കും ഒരു മാങ്ങയൊക്കെ വാങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറന്നുപോയ ഹൈഡ്രജൻ ബലൂണൊക്കെ നോക്കി കുറച്ച് നേരം അവിടെ നിന്നു. പോകുമ്പോൾ നല്ല മാറ്റിയിട്ടൊക്കെയാണ് പോയതെങ്കിലും തിരിച്ച് വരുമ്പം നല്ല കോഴിയായിട്ടാണ് വന്നത്. അപ്പോൾ ബൈ.